മൈ അർഷദ്. ഫ്രെയിമിങ് എങ്ങനെ ഇതല്ല നല്ല എപ്പോഴും എനിക്ക് റൂൾ ഓഫ് തേർഡ് പോലെ ലൈക്ക് തലക്ക് മേലെ സാധനമാണ്. എന്നൊരു ഷൂട്ടുണ്ട്, ഫ്രണ്ടിൻ്റെ തന്നെയാണ്, ക്ലയൻ്റ് ഒന്നല്ല. അവളുടെ ഒരു ഷൂ ഷെഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ലൈക്ക് ഷൂ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഷൂട്ടുണ്ട്. പോയേക്കോ. എങ്ങനെയുണ്ട് ദുബായ്? കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പൻ്റെ ഫ്ലാറ്റിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടാൽ ഞെട്ടു. ബ്ലോഗാണ് ഗൈസ്. പറഞ്ഞില്ല കുഞ്ഞിപ്പൻ്റെ നാരങ്ങുണ്ട്. മോനെ ദിസ് ഈസ് ബെന്ന. മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. സോ ബെന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം, നന്മ, ഒരു യുവ പ്രതിഭ. Hello. Oh. Now reveal your face. Reveal your face. Yes. Yay! Rolling അല്ലേ? Rolling. Action. Whoa, what is this? It looks like a diamond. ഇപ്പം ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് സമയം എത്രടാ? 9:35. ഓക്കെ ബെന്ന, എന്താണെന്ന് ഈ ജീവിതത്തിൽ ഇനി എന്തെല്ലാം കാണാൻ ബാക്കി പറയുന്നത്? Releasing any resentment and making room for peace. ഇതിലെന്തോ ഇല്ലേ സുഹൃത്തുക്കളെ? അതിലുണ്ട്, പക്ഷെ കാണില്ല. സീക്രട്ട് ഗെറ്റിംഗ് ahead is getting started. ഇതെന്ത് സ്റ്റാർട്ട് ചെയ്യാൻ? I found a name for my vlog, okay? You know, my name is Arshad OM. From now on, my vlog will known as Oh My Arshad. Say that? Oh my Arshad. Oh my Arshad. Why you want me to say that? Because this will be my intro. Say Arshad, okay? Arshad. Oh my Arshad. Yes. ഇതാണ് നമ്മൾ ഇൻട്രോ ആയിട്ട് വരുന്നത്. What you want to be? An artist. Artist. I like the art. For what kind of art? I like drawing. Sometimes I'm not getting your accent because of my poor English. So you need to teach me proper English, okay? Draw. Draw. Oh, I'll say draw. It's not Joe. But I gotta speak English too, properly. See, this is also proper English from Kerala. The slang. ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തത ഉണ്ട്, ബട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മതിയായി ഒരു 9 to 5 ജോബ് വർക്ക് ചെയ്ത് അതൊരു ലൂപ്പാണെന്നുള്ള സാധനം കുറച്ച് മുമ്പ് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒഴിവാക്കി ഞാൻ. മീൻസ് അങ്ങനെ തോട്ട് വന്ന് പിന്നെ തോട്ട് ഞാൻ ഒഴിവാക്കി പിന്നെ 9 to 5 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി മനസ്സിലായി, ഓക്കെ I need to end this. സോ ബിക്കോസ് ഓരോ പ്ലാനിങ് ഉണ്ടായിട്ടൊന്നും നടക്കുന്നില്ല. അവിടെ പോകണമെങ്കിൽ ലീവിൻ്റെ ഇഷ്യൂസ്, ഈവൻ ട്രിപ്പ് പോകണമെങ്കിൽ വൺ ഇയർ വെയിറ്റ് ചെയ്തിട്ട് 1 month വെക്കേഷൻ കിട്ടുക. അപ്പം വെക്കേഷൻ്റെ ഇഷ്യൂ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകണോ അല്ലെങ്കിൽ കുറച്ച് നോയ്സ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ നാട്ടിൽ പോകണോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് പോകണോ, ഭയങ്കര ലൂപ്പാണ്. ലൈക്ക് നമ്മുടെ ബേസിക് സാധനങ്ങൾക്ക് പോലും നമുക്ക് പെർമിഷൻ എടുത്ത് പോകേണ്ട ആവശ്യം നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകണം. ഇഫ് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് ആരുടെക്ക് അനുവാദം വേണം. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണമെങ്കിൽ എമിഗ്രൻസ് ഒന്നുമല്ലാതെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു ഇതെടുക്കണം, ലൈക്ക് എന്താ പറയുക, അപ്രൂവൽ എടുക്കണം ലീവ്. ഇപ്പം 1 year നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടുന്ന വന്ന് ക്ലോസസ്റ്റ് ബിൽഡിങ്ങിലോട്ട് സെക്യൂറായിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. പുറത്തിരിക്കണ്ട, വിൻഡോൻ്റെ അടുത്തിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് സൗണ്ട് കേട്ടിട്ടുണ്ടാവും. എല്ലാ ഫോണിലും ഒരുമിച്ചായിരുന്നു. ഞാൻ പറയുന്നു, മര്യാദക്കും സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ച് പേപ്പറിട്ട് പണ്ടരടങ്ങാൻ ലോകത്ത് ബോംബിങ്.
സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നോർമലി കേൾക്കുന്ന ഈ സൗണ്ടുകളൊക്കെ ആക്ച്വലി നിർവീര്യമാക്കുന്ന സൗണ്ടും അതേപോലെ തന്നെ നോയിസുമാണ്. നോർമൽ ബൈക്ക് വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന സൗണ്ടല്ലേ, അപ്പം അതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ അല്ല. ഓക്കെ, സേഫാണ് ഇതുവരെ.